പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം വരുന്ന 9ാമത്തെ ഞായറാഴ്ച ധ്യാനത്തിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം ശുദ്ധമുള്ളവനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. മനുഷ്യജീവിതത്തിലെ സാധാരണമായൊരു ബലഹീനതയാണ് യേശുക്രിസ്തു അഭിസംബോധന ചെയ്യുന്നത്. സ്ഥാനങ്ങൾക്കും അധികാരങ്ങൾക്കും അംഗീകാരത്തിനും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവണതയാണ് ക്രിസ്തു വിമർശന വിധേയമാക്കുന്നത്. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള പ്രവണതകൾ മനുഷ്യജീവിതത്തിൽ നിന്ന് ദൂരീകരിക്കണമെന്ന് ക്രിസ്തു ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ശാബത്തിലെ വിരുന്നിനായിട്ട് ക്ഷണിക്കപ്പെട്ടിരുന്നത് പരീശപ്രമാണിയുടെ വീട്ടിലാണ്. ആ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശുക്രിസ്തു ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ടാണ്, അഥവാ മുഖ്യാസനത്തിന് വേണ്ടി മത്സരിക്കുന്നത് കണ്ടിട്ടാണ് യേശുക്രിസ്തു ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. യഹൂദന്മാരുടെ അന്നത്തെ സംസ്കാര ചുറ്റുപാടിൽ വിരുന്നുകളിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുന്നത് പ്രത്യേക പ്രോട്ടോക്കോൾ വെച്ചാണ്. പ്രധാന ഇരിപ്പിടങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേക പരിഗണനകളുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള സർവീസുകൾ കൂടെ ലഭ്യമാകുന്നതാണ്. മുഖ്യാസനം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന പ്ലേസ് ഓഫ് ഓണർ. അതിൻ്റെ നിർവചനം ഇങ്ങനെയാണ്: എ സീറ്റ് ഫോർ സംവൺ ഹു ഈസ് ബീയിങ് ഓണേഡ്. ആദരിക്കപ്പെടേണ്ട വ്യക്തികൾക്കായി പ്രത്യേകം കരുതിയിരിക്കുന്ന ഇരിപ്പിടം. ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ആദരിക്കപ്പെടേണ്ടതായി വ്യക്തികൾക്ക് ഒരുക്കിയിരിക്കുന്ന സീറ്റുകൾ കൈയടക്കാനായിട്ട് ശ്രമിച്ചതാണ് യേശുക്രിസ്തു വിമർശനത്തിന് വിധേയമാക്കുന്നത്. നമ്മുടെ കർത്താവ് വിരുന്നുശാല തൻ്റെ സുവിശേഷങ്ങൾ അറിയിക്കുന്നതിനും ഉപദേശങ്ങൾ നൽകുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളും പഠിപ്പിക്കലും ഉപദേശങ്ങളും വളരെ ഇൻഫോർമലായിരുന്നു. പ്രത്യേക ഹാളിലോ പ്രത്യേക പന്തലിലോ ആയിരുന്നില്ല. ലഭ്യമായ എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തു വചനം പഠിപ്പിച്ചിരുന്നു. വഴിയരിക്, കടൽക്കര, മരുഭൂമി, കാട്, കിണറ്റിൻ്റെ അരിക്, ഗ്രാമപ്രദേശങ്ങൾ, ഭവനം, അങ്ങനെ വളരെ സാധാരണ പശ്ചാത്തലത്തിൽ നിന്നാണ് ക്രിസ്തു വചനം പഠിപ്പിച്ചിരിക്കുന്നത്. തനിക്ക് ലഭിച്ച എല്ലാ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തുകയാണ്. ഇവിടെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ട വിരുന്നുശാല തൻ്റെ സുവിശേഷ വേദിയായി, അല്ലെങ്കിൽ വചനം പഠിപ്പിക്കുന്നതിന്, ഉപദേശിക്കുന്നതിനായിട്ട് ക്രിസ്തു ഉപയോഗിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലാ സാഹചര്യങ്ങളിലും പ്രസംഗിക്കുവാൻ കടപ്പെട്ടവരാണ്. യാത്രയിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ, ഓഫീസുകളിൽ, അങ്ങനെ എവിടെയെല്ലാം നാം ആയിരിക്കുന്നുവോ അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ സുവിശേഷകരായി രൂപാന്തരപ്പെടുക. ലഭ്യമായ സാഹചര്യങ്ങൾ സുവിശേഷത്തിനായിട്ട് ഉപയോഗിക്കുക. കൺവെൻഷൻ പന്തലുകൾ മാത്രമല്ല സുവിശേഷത്തിൻ്റെ വേദി എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ജീവിത സാഹചര്യങ്ങളെല്ലാം സുവിശേഷത്തിൻ്റെ വേദിയായി തീരുവാൻ ഇടയാകട്ടെ. ഫ്രാൻസിസ് അസ്സിസിയുടെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്: പ്രീച്ച് ദ ഗോസ്പൽ ഓൾവേസ്, വെൻ നെസസറി യൂസ് യുവർ വേർഡ്സ്. നിങ്ങളെപ്പോഴും സുവിശേഷം അറിയിക്കുവാൻ സന്നദ്ധമാകുക. ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ ശബ്ദങ്ങൾ ഉപയോഗിക്കുക. സദാ നമ്മൾ സുവിശേഷത്തിന് സന്നദ്ധരായിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ് യേശുക്രിസ്തു ഈ ഭാഗത്ത് നമുക്ക് നൽകുന്നത്. 2 തീമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇതാണ് നമ്മുടെ ദൗത്യം. മുഖ്യസ്ഥാനങ്ങൾക്കായുള്ള ജനങ്ങളുടെ തിക്കിത്തിരക്കൽ കണ്ട് യേശുക്രിസ്തു അവരോട് പറയുന്നുണ്ട്: ആദരവും അംഗീകാരവും വിരുന്നുവാഴിയാണ് നമുക്ക് നൽകേണ്ടത്. നമ്മൾ പിടിച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത്. അംഗീകാരം നമുക്ക് നൽകുന്നത് മറ്റുള്ള ആളുകൾ വഴിയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ താഴ്മ അനിവാര്യമാണെന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അലക്സാണ്ട്രിയയിലെ കൊറിലോസ് ഇപ്രകാരം പറയുന്നുണ്ട്:
വി നീഡ് ഹ്യൂമിലിറ്റി, നോട്ട് സീക്കേഴ്സ് ഓഫ് വെയിൻ ഗ്ലോറി. വ്യർത്ഥമായ അംഗീകാരത്തിനും ആദരവിനും ശ്രമിക്കാതെ എപ്പോഴും താഴ്മയ്ക്കായിട്ട് ശ്രമിക്കുക. മനുഷ്യജീവിതത്തിൽ നമ്മളുടെ പെരുമാറ്റത്തിൽ ഇതെപ്പോഴും ഒരു മാതൃകയായി തീരട്ടെ. ഇന്നത്തെ വേദഭാഗത്തുനിന്ന് രണ്ട് ഹ്രസ്വമായ ചിന്തയാണ് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, മറ്റുള്ളവർക്ക് ആദരവും അംഗീകാരവും നൽകുവാനായിട്ട് തയ്യാറാകുക. നമ്മുടെ സ്വാർത്ഥതയേക്കാൾ മറ്റുള്ള വ്യക്തികളെ അംഗീകരിക്കുകയും ആദരവ് അവർക്ക് നൽകുവാനായിട്ട് നമ്മൾ സന്നദ്ധമാകണം. ആദരവും അംഗീകാരവും നാം സ്വയം നേടുന്നതല്ല, മറ്റുള്ളവർ നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് ആദരവ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റേറിയനാണ്. ഒരു സമൂഹമാണ് നമുക്ക് ആദരവ് നൽകുന്നത്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഗമാലിയേലിനെ കുറിച്ചുള്ള പരാമർശം കാണാൻ സാധിക്കും. ഗമാലിയേൽ അന്ന് എല്ലാവരാലും ആദരിക്കപ്പെട്ട വ്യക്തിയാണ്. അവിടെ നാം വായിക്കുന്നു, അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു. ഗമാലിയേലിന് അന്നത്തെ സമൂഹം വലിയ അംഗീകാരം നൽകിയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും, ഭോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ. അറിവുള്ളവരും പക്വതയുള്ളവർക്കും ബഹുമാനം സമൂഹം നൽകുകയും അവരെ സമൂഹം ആദരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ മനുഷ്യന് ആദരവും അംഗീകാരവും ബഹുമാനം നൽകുന്നത് ദൈവം തന്നെയാണ്. ദൈവത്താലാണ് യഥാർത്ഥ ആദരവ് നൽകപ്പെടുന്നത്. സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ കുറിലോസ് പ്രകാരം പറയുന്നുണ്ട്, എനിവൺ എമംഗ് യു വാണ്ട്സ് ടു ബി സെറ്റ് എബോവ് അതേഴ്സ്, ലെറ്റ് ഹിം വിൻ ഇറ്റ് ബൈ ദ ഡിഗ്രി ഓഫ് ഹെവൻ ആൻഡ് ടു ബി ക്രൗൺഡ് ബൈ ദോസ് ഓണേഴ്സ് ദാറ്റ് ഗോഡ് ബെസ്റ്റോസ്. ആരെങ്കിലും മറ്റുള്ളവരെക്കാൾ ഉയർന്ന സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ താഴ്ത്തട്ടെ എന്നും ദൈവം അവനെ ഉയർത്തട്ടെ എന്നും ദൈവം അവന് ആദരവ് നൽകട്ടെ എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിനയമുള്ളവരാണ് ദൈവ തിരുസന്നിധിയിൽ ആദരിക്കപ്പെടുന്നത്. മറ്റുള്ളവരെ നാം ആദരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റുള്ളവർക്ക് അവസരങ്ങൾ നൽകുക, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തേക്കാൾ മുൻഗണനകൾ നൽകുക, നമ്മുടെ ആവശ്യങ്ങളേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുക, മറ്റുള്ളവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് അവസരങ്ങൾ നൽകുക തുടങ്ങിയ വിശാലമായ കാഴ്ചപ്പാടുകളാണ് സത്യത്തിൽ മറ്റുള്ളവരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും സാമൂഹ്യ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാതെ അവർക്ക് അംഗീകാരവും മുൻഗണനയും പരിഗണനയും അവസരങ്ങളും നൽകുന്നത് വഴിയായി മറ്റുള്ളവരെ നമുക്ക് ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അതുവഴി സമൂഹം നമ്മളെ ആദരിക്കുവാനും ഇടയാകും. റോമാലേഖനം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും മറ്റുള്ളവരെ പരിഗണിക്കുന്നതിനും സ്വാർത്ഥതയേക്കാൾ മറ്റുള്ളവരെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനും മുന്നോട്ട് നിൽക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു അത്യാത്മിക ചിന്ത നമ്മെ സ്വാധീനിക്കട്ടെ. ഈ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന രണ്ടാമത്തെ ചിന്ത, സഭാപിതാവായ അഗസ്തീനോസ് ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഗുണവൈശിഷ്ട്യം താഴ്മയാണ്. ഈ താഴ്മയെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്, ഹ്യൂമിലിറ്റി ഈസ് മാർക്ക്ഡ് ബൈ കൺഫെഷൻ ഓഫ് സിൻ. പാപങ്ങളെ ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവ തിരുസന്നിധിയിൽ താഴ്മയുള്ളവനായിത്തീരുന്നത്. താഴ്മയെ അദ്ദേഹം പാപം ഏറ്റുപറയുന്നതുമായി ബന്ധപ്പെട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. പാപങ്ങളെ ഏറ്റുപറയുന്നത് സ്വയം വിമർശന വിധേയമാക്കുന്നതും താഴ്മ ധരിക്കുന്നതും തിരുത്തുന്നതും പുതിയ ജീവിതശൈലി സ്വീകരിക്കുന്നതും മാനസാന്തരത്തിലേക്ക് വരുന്നതെല്ലാം പാപങ്ങളെ ഏറ്റുപറയുന്നതിൻ്റെ ഭാഗമാണ്. നമ്മുടെ സഭയിൽ പാപങ്ങളെ ഏറ്റുപറയുന്നത് കുമ്പസാരവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നിർവർത്തിച്ചു പോരുന്നത്. അതുകൊണ്ട് താഴ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ നീക്കിക്കളയുന്നതും പാപസ്വഭാവത്തെ
ഇല്ലാതാക്കുന്നതും പാപത്തെ ഏറ്റുപറയുന്നതും പശ്ചാത്തപിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ താഴ്മ എന്നുള്ളത്. 1 യോഹന്നാൻ 1:9 നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ശുദ്ധീകരിക്കുവാനും നമ്മെ നിർമ്മലീകരിക്കുവാനും താഴ്മയുള്ളവരാക്കി തീർക്കുവാനും ദൈവം സന്നദ്ധമാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുകയും പാപങ്ങളെ ഏറ്റുപറയുവാനുമായിട്ട് തയ്യാറാകേണ്ടിയിരിക്കും. പാപങ്ങളെ ഏറ്റുപറയുന്നതിന് മനുഷ്യനെ തടസ്സപ്പെടുത്തുന്നത് പ്രൈഡ് അഥവാ അഹങ്കാരമാണ്. അഹങ്കാരമുള്ളവർ ഒരിക്കലും തെറ്റ് തിരുത്തുകയോ ചെയ്യുകയില്ല. അവർ തങ്ങളുടെ തെറ്റുകളെ നീതീകരിക്കുവാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കുക. അഹങ്കാരത്തെ വെടിയുന്നവർക്ക് താഴ്മയുണ്ടാകുകയുള്ളൂ. അവരാണ് പാപമോചനത്തിന് അർഹരായിത്തീരുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4:6 പ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കും. അഹങ്കാരത്തെ വെറുക്കുന്ന ദൈവം, താഴ്മയെ സ്നേഹിക്കുന്ന ദൈവം. നമുക്ക് താഴ്മയുടെ ഭാവം തിരഞ്ഞെടുക്കാം. മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും പുറകിലുള്ള ഇരിപ്പിടം തിരഞ്ഞെടുക്കുവാനും നമ്മളെ സമൂഹം ബഹുമാനിക്കപ്പെടുവാനും ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.